വെട്ടിപ്പിടിക്കാൻ പോകുന്നതിന് ഒരു കാര്യം അറിയണം. എന്താടാ? അന്ത്രയോസ് മുതലാളിയോട് എതിർത്ത് ആ ഭൂമി തന്നെ കൈവശപ്പെടുത്തണമെന്ന് എന്തിനാ ഇത്ര വാശി? വാശിയല്ല, ആ ഭൂമി നമ്മുടെതാ. അത് തന്നെ. ഓ, നമ്മുടെ ഭൂമി സ്വന്തം മണ്ണൊരിടത്ത് ഉപേക്ഷിച്ചിട്ടല്ലേ പോകുന്നത്. ഇനി എന്തോന്ന് അവകാശം നോക്കാൻ? കിട്ടുന്നിടത്ത് കയറിക്കൂടാൻ നോക്കണം. എന്തിനാ ദുർവാശി? എടാ കറിയാ, അച്ഛൻ അതിന്റെ വിഷമം മനസ്സിലാവൂല. അവിടെ കാലുകുത്തി അരിഞ്ഞു വീഴ്ത്താൻ തയ്യാറായി നിൽക്കുക മുതലാളിയും കൂട്ടരും. ആയസെത്താണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് വയ്യ. മിണ്ടായിരടാ കുരുത്തം കേട്ടോനെ. പിന്നെ നിങ്ങൾ എന്തിനാ ഭാവം? എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാൻ മുതലാളി സമ്മതിച്ചിട്ടുണ്ട്. അടിച്ചും പിടിച്ചും മടുത്തു, ഇനി വയ്യ. ഞങ്ങൾ അങ്ങോട്ട് പോവാ. വാ. അരുത്, നമ്മൾ തമ്മിൽ തല്ലി പിരിഞ്ഞ നമ്മുടെ ബലം പോവും. ആ ബലം കുറച്ച് മതി. വരണമെന്നുള്ളവർക്ക് കൂടെ വരാം. നമ്മൾ ഒരുമിച്ച് ഇവിടം വരെ വന്നിട്ട് നിങ്ങൾ കൂട്ടം പിരിഞ്ഞു പോകരുത്. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. അരുത് മക്കളെ. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം, വേറിട്ട് പോകരുത്. വേറിട്ട് പോകുന്ന നിനക്ക് അത്ര ദണ്ണമാണെങ്കിൽ ഒരു കാര്യം ചെയ്യും. കണിയാങ്കുന്നിന്റെ കാര്യം അങ്ങ് മറക്ക്. പിടിവാശി വിട്ടേച്ച് ബാക്കിയുള്ളവരെയും കൂട്ടി നീ ഞങ്ങളുടെ കൂട്ടത്തിൽ വാ. നമുക്ക് ഒരുമിച്ച് വാ മുതലാളിയുടെ അടുത്തേക്ക്. എന്താ അച്ചോട്ടൻ പറഞ്ഞ കാര്യമല്ലേ? ശിവ, വിശ്വട്ടൻ കരുതുന്നത് മാത്രമാണ് ശരിയെന്ന് എന്തിനാ എത്ര കടുംപിടുത്തം? തമ്മിൽ തല്ലിച്ചാകാൻ ഇവിടെ ആർക്കും കൊതിയില്ല. നീ ആരോടെ സംസാരിക്കുന്ന അറിയാവോ? അറിയാം. ഏതായാലും കണിയാങ്കുന്നിലേക്ക് ഞാനില്ല. ഞങ്ങൾ നിങ്ങൾ അങ്ങോട്ട് പോകരുത്. അന്ത്രയോസ് മുതലാളിയെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഞങ്ങൾക്ക് അയാളെ വിശ്വാസമാണ്. പിന്നെ വേർപെട്ടുവാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഒരു കാര്യം കൂടി. തിരിച്ചു വരാൻ വേണ്ടിയല്ലേ ഈ പോക്ക്. കുഞ്ഞുമോളെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ എനിക്ക് മനസ്സില്ല. ഇവക്ക് എന്നോടൊപ്പം കഴിയാനാണ് ആഗ്രഹമെങ്കിൽ ഇവൾ എന്റെ കൂടെ വരണം. തീരുമാനമെടുക്കേണ്ട വിശ്വട്ടനായാലും ഇവളായാലും ശരി, അതെനിക്കിപ്പോ അറിയണം. നീ വരുന്നോ ഇല്ലയോ? ശിവ, ശിവ, നിക്ക്. ഇതാ, ഇത് നമുക്ക് കിട്ടിയ ഭൂമിയുടെ പട്ടയമാണ്.
നിനക്കും എനിക്കും ചേർന്നു. ഇത് നീ വെച്ചോളൂ, നാളെ നിനക്ക് ഉപകരിക്കും. ശിവ, ഞങ്ങൾക്ക് ആരുമില്ല. ഞങ്ങളുടെ അച്ഛനും അമ്മയും പോയി. ഇവൾക്ക് ഞാനും, എനിക്ക് ഇവളും മാത്രമേ ഉള്ളൂ. നിന്റെ തന്റേട് എനിക്കിഷ്ടായി. എന്റെ കൊച്ചുപങ്ങൾക്ക് തന്റേടിയായ ഒരുത്തൻ കാവലുണ്ടല്ലോ, ആ സമാധാനം മതി എനിക്ക്. പക്ഷെ നീ ഒന്നുകൂടെ ആലോചിക്കും. ആ മുതലാളി നല്ലവനല്ല, അയാൾ നിങ്ങളെ ചതിക്കും. ചതി പറ്റിയാൽ തിരിച്ചു വരാൻ മടിച്ചു നിൽക്കരുത്. നമ്മുടെ ഭൂമി അവിടെയുണ്ട്, കണിയാൻകുന്നിന്റെ ചെലവിൽ. അത് നമ്മുടെ സ്വന്തം മണ്ണ. ചെല്ല് ചെല്ല്. വരിക. എല്ലാവരും എന്റെ കൂടെ വരും. വരിക, ഇവിടെ വരിക. ഇതാ ഈ കാണുന്ന ഭൂമിയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് താമസിക്കാം. ഇവിടെയോ? അതെ, പുറമ്പോക്ക് സ്ഥലമാണ്. പുറമ്പോക്കെന്ന് പറഞ്ഞ സർക്കാരിന്റെ സ്ഥലം. സർക്കാർ തന്നെ അന്ത്രോസ് മുതലാളിയുടെ വകയല്ലേ? അപ്പോ ഈ സ്ഥലവും മുതലാളിയുടെ വക തന്നെ. നിങ്ങൾക്ക് ഇവിടെ കുടില് വെച്ച് സുഖമായിട്ട് തൊടമ താളം പിടിച്ച് ജീവിക്കാം. ഈ പാറ എടുക്കലോ? ഇത് മുഴുവൻ തരിച്ചാ? സാരില്ല, അടിയോടെ ഇളക്കുമ്പോ കുറേശ്ശെ ഇളയിക്കോളും. പിന്നെ ഇത്തിരി താമസം എടുക്കുന്നേ ഉള്ളൂ. ഇത് ചതിയാച്ചോട്ടാ, സമ്മതിക്കരുത്. ഇതിലും ഭേദം നമ്മുടെ പഴയ സ്ഥലം തന്നെയായിരുന്നു. പോഴത്തം പറയാതെ കൊച്ചനെ, നമ്മുടെ സ്ഥലം പോലും. ആ സ്ഥലത്തിന്മേലുള്ള അവകാശമാണ് നിങ്ങൾ ഇപ്പൊ മുതലാളിക്ക് മുദ്രക്കടലാസിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തത്. അതിനി മുതലാളിയുടെ വകയാ. പരമദ്രോഹി, ചതിക്കാൻ നീ കൂട്ടുകയറി നല്ലടാ. നാറി, ഇതിനായിരുന്നോടാ നീ ഞങ്ങളെ പറഞ്ഞു നോക്കിയത്? ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? മുതലാളി പറഞ്ഞ അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? ഏതായാലും ഇത് വലിയ കളിപ്പീരായി പോയി. വിശ്വട്ടും പറഞ്ഞായിരുന്നു നേരെ. ഇനിയിപ്പോ എന്ത് ചെയ്യും? നമുക്ക് വിശ്വട്ടൊന്ന് കുറ്റമായിട്ട് പറയാം. വിശ്വട്ടും പൊറുക്കായിരിക്കില്ല. നമുക്ക് തിരിച്ചു പോവാം. വാ വാന്നേ. ഇതാ ചുമന്ന ജീപ്പാണല്ലോ. വിട്ടുകൊടുക്കാനുള്ള പരിപാടിയൊന്നും കയ്യൊക്കെ ഞങ്ങൾക്കുണ്ട്. മാറി നിൽക്ക്. മാറിപ്പോകാൻ പോകുന്ന നീയാണ്, നീ നിന്റെ ആൾക്കാരും. അത് ഈ ജന്മത്തിലുണ്ടാവില്ല. അത്രയ്ക്ക് ധിക്കാരമോ?
നമ്മൾ ജയിച്ചു. നമ്മുടെ മണ്ണ് നമുക്ക് തന്നെ കിട്ടി.